ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി എന്താണ് അച്ഛൻ്റെ ആ സാധനം പറഞ്ഞു, അച്ഛൻ പറയുന്ന സാധനം. അച്ഛൻ ഈ പറഞ്ഞ സാധനം പറ. നന്ദി, ആയിക്കോട്ടെ, നമസ്കാരം. വല്യമ്മയുടെ വെക്കേഷൻ ലീവ് തീരുന്നതിന് മുന്നേ വല്യമ്മയുടെ വീട്ടിൽ പോയി 2 ദിവസം വിരുന്ന് പാർക്കണമെന്ന് എൻ്റെ അനിയത്തിയോളുടെ ഉണ്ണികൾക്ക് ഒരു കൊതിട്ടോ. വല്യമ്മ എന്നും ജോലിക്കാരിയല്ലേ, വല്യമ്മയ്ക്ക് ഉണ്ണികളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനും നോക്കാനും ഒന്നും ഒഴിവിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ലീവ് എടുത്ത കാരണം കൊണ്ട് എൻ്റെ കുട്ടികളുടെ ആ ഒരു കുഞ്ഞു പൂതി അങ്ങോട്ട് നടത്തി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടോ. വെക്കേഷൻ വരുന്ന പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ ചേച്ചീനെ അനിയത്തിയോളെ ഒക്കെ ഒപ്പം വിളിച്ചേട്ടോ. ചേച്ചി വരൂല എന്ന് അപ്പളേ മുൻകൂർ ജാമ്യം എടുത്തു. ചേച്ചിയുടെ മോള് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയമാണ്, അതുകൊണ്ട് ഓള് മെല്ലയുടെ എസ്കേപ്പ് ആയിട്ടാ. അനിയത്തോള് പിന്നെ കുഞ്ഞേച്ചി വിളിക്കുന്ന വിളികൊണ്ട് ഓടി വന്നൊന്നുമല്ല, എൻ്റെ ഉണ്ണി പെണ്ണുങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമല്ലോ. അപ്പോൾ ഓരെ കൊണ്ടുവന്നാക്കാൻ വരുന്ന കൂട്ട് എടി ഓരോ ദിവസം നിൽക്കടിയെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് നിന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിൽക്കാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിയും പിന്നെ ഒക്കെ ഒറ്റയ്ക്കാണ്. അവനവൻ്റെതായ കുറേ തിരക്കുകൾ ഉണ്ടാവുമല്ലോ. ആ കാരണം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നൊന്നും നിൽക്കാത്ത. മുന്നെയൊക്കെ എപ്പോഴും കുഞ്ഞേച്ചിയുടെ അടുത്ത് 2 പേരും വന്ന് നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നേരെ താഴെയുള്ളവൾ എത്തിയിട്ടില്ല കേട്ടോ. അവളെ നമ്മൾ പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലോട്ടാണ് കെട്ടിച്ചിട്ടുള്ളത്. വളരെ അടുത്ത് തന്നെയാണ്. അവൾ ഉച്ചരിയുമ്പോഴത്തേക്ക് എത്തുള്ളൂ എന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ആള് ഉച്ചാമ്പത്തേക്ക് എത്തിയിട്ടാണ്. ഞാൻ നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഉച്ചരിങ്ങിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയാണ്. അപ്പോഴേക്കും വെള്ളിച്ച വന്ന് വെള്ളിച്ചിടപ്പം വീടിൽ പോവാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഏറ്റവും ഇളയതിൻ്റെ പേര് രേഷ്മ എന്നാണ് കേട്ടോ. അവളെ ഞാൻ എല്ലാ വ്ളോഗിലും വാവാന്ന് പറഞ്ഞിട്ടുള്ള പേര് കറക്റ്റായിട്ട് ആർക്കും അറിയുന്നുണ്ടാവില്ല. അവളുടെ മൂത്തതാണ് കെട്ടിയവൻ്റെ കൂടെ വണ്ടിയിൽ കയറി പീടിയേക്കൊക്കെ പോകാൻ പോണേ, ഒക്കെ ബിസ്ക്കറ്റൊക്കെ മേടിക്കാനായിട്ട് കേട്ടോ. അവളുടെ ചെറുത് പിന്നെ ആരടുത്തേക്കും വരില്ല, അവൾ വെറും അമ്മയുമിലൊട്ടിയാണ്. മണിക്കുട്ടി വല്യച്ചയും വല്യമ്മയൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് കേട്ടോ, കുഞ്ഞാറ്റെ പോലെ തന്നെ. പക്ഷെ ഇവമോളായിട്ട് ഞങ്ങളൊന്നും അങ്ങനെ ഒരുമിച്ച് അധികം നിൽക്കാറൊന്നുമില്ല. അക്കാരണം കൊണ്ട് ഇവയ്ക്ക് കുറച്ചൊരു അടുപ്പമൊക്കെ കുറവാണ്. ഇത്തിരി വലുതാവുമ്പോൾ ശരിയായിക്കോളും. മണി ഇവയും എന്നെ HM എന്നാണ് വിളിക്കുക കേട്ടോ. സംഭവം രശ്മിയമ്മ എന്ന് വിളിക്കുകയാണ്. അത് അവരുടെ എളുപ്പത്തിന് അങ്ങനെ HM ആക്കിയിരിക്കുകയാണ്. വെള്ളിച്ചയും മണിക്കുട്ടിയും മേടിച്ചു വരുന്ന ബേക്കറിക്ക് കൂട്ടി ഞങ്ങൾ ചായ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു. പതിവ് പോലെ തന്നെ എൻ്റെ വാവ വന്ന വഴി ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റി, മുടിയൊക്കെ ചെറുപ്രാ പറത്തിയിട്ട് ഫോണിൽ എന്തൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കയ്യാലെ പിടിച്ചു വെച്ച് അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മുടിയൊക്കെ ഒന്ന് ചീന്തി പിന്നിക്കെട്ടി പെണ്ണിനെ ഒന്ന് അങ്ങോട്ട് സുന്ദരിയാക്കാന്ന് കരുതിയിട്ടാ. ഞാനിങ്ങനെ എപ്പോഴും അവളെ ഇങ്ങനെ കളിയാക്കുന്നല്ലോ കേട്ടോ. എൻ്റെ വാവയ്ക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ 2 പെൺകുട്ടികളുടെ അമ്മയായില്ലേ, അവൾക്ക് അവരുടെ കാര്യം നോക്കുക, അവളുടെ കാര്യം നോക്കുക. അപ്പോൾ മക്കളൊക്കെ ചെറുതാകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എൻ്റെ കുഞ്ഞനീത്തിയല്ലേ, എനിക്കിങ്ങനെയൊക്കെ അവളെ ചിത്ത പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യാമല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുതിൽ ഞാൻ ആദ്യമായിട്ട് ഒരു അമ്മയായ പോലെ തോന്നിയത് ഇവള് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ. എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങുകയേ ചെയ്യില്ല. ഇപ്പോഴും എൻ്റെ ഓരോ ഒക്കിന് കുറച്ചൊരു ഷേപ്പ് കൂടുതലാണ്. അത് വേറെ ഒന്നുമല്ല, ഇവളെ ഒക്കത്ത് ഇരുത്തിയതിൻ്റെ ബലമാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാൻ കരുതിയിരുന്നു വലുതായാലും ഇവൾക്കായിരിക്കും എൻ്റെ അടുത്ത് കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവുകയെന്ന്. എന്താ വെച്ചാൽ ഇവളൊരു സ്കൂളിൽ ചേർക്കുന്നവരേക്കും ഞാനിവളെ എടുത്താണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഏകദേശം ഹൈറ്റ് വന്നു ഇവള്. ആ സമയത്ത് എന്നെ എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി, ഇത്രയും പോന്ന് എടുക്കുകയാണ് അവളെ നടത്ത്. അങ്ങനെയാണ് ഞാനിവളെ നടക്കാൻ സമ്മതിച്ചത്. അതുവരേക്കും ഞാനിങ്ങനെ എടുത്ത് തന്നെ നടക്കുക കേട്ടോ. അന്നൊക്കെ ഞാനും എൻ്റെ നേരെ താഴെയുള്ള സൂര്യയായിട്ട് എപ്പോഴും ഫൈറ്റ് ആവുകയെ. ഞങ്ങൾ തമ്മിൽ അടിപിടി ഇല്ലാത്തൊരു നേരം ഉണ്ടാവില്ല. പക്ഷെ വലുതായപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ നേരെ താഴെയുള്ളവർക്കാണ് എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളത് കേട്ടോ. ചെറിയവൾക്കില്ല എന്നല്ല, അവളുടെ സാഹചര്യവും തിരക്കും കാരണമൊക്കെ ആയിരിക്കും. എന്നാലും എനിക്ക് നിങ്ങളെ 2 പറഞ്ഞാൽ എൻ്റെ ജീവനാണ് കേട്ടോ. ഞാൻ ഇവറ്റങ്ങളെ സ്നേഹമൊക്കെ നല്ല രീതിക്ക് പ്രകടിപ്പിക്കും. ഇവറ്റ് 2 എൻ്റെ അടുത്ത് അങ്ങനെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല, എന്നോട് കളിക്കുകയൊക്കെ ചെയ്യും. ഞാനെന്നാലും എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടുമ്പോൾ ഇവറ്റങ്ങളെ കടിക്കുകയും പിച്ചുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളുള്ളത് അതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. അവൾ എന്നെ പോലെ തന്നെയാണ്. കോലായിട്ട് മക്കൾ തിമിർത്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴത്തേക്ക് എൻ്റെ നേരെ താഴെയുള്ള ഞങ്ങളുടെ നടുക്കഷ്ണം എത്തിയിട്ടുണ്ട്. പെണ്ണിനെ വണ്ടിയിൽ നിന്നും കൂടി ഇറങ്ങാൻ സമ്മതിക്കാണ്ട് ഞാൻ ആ സമയത്ത് എന്തോ കത്തി വയ്ക്കായിരുന്നേ. അത് എത്രയും കൂടെ ഓർത്തിട്ട് മെഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ. സൂര്യമാന്നോ എന്നാ വായോ അങ്ങോട്ട് പോവാ. എൻ്റെ ഇവക്കുട്ടി സൂര്യമ്മയുടെ സ്കൂട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഓടി അടുക്കളപ്പുറത്ത് വന്ന് പറയുകയാണ് കേട്ടോ, സൂര്യമ്മ വന്നു എന്ന്. ഞാൻ HMയും അവള് സൂര്യമ്മയാണ്.
ചെറുതിലെ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ഏകദേശ പെരുമാറ്റങ്ങളൊക്കെ കേട്ടോ. ഒന്നുമില്ല, അച്ചപ്പം കൊടുത്ത് കവർ അമ്മയും ആളും ഡ്രസ്സ് മാറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു കിലോ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ അവള് കുറേ തരം ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം അതെല്ലാം ഞങ്ങൾ കഴിച്ചു. ഒരു ചായ ഒക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് തറവാട്ടിക്കും പിന്നെ അപ്പുറത്തെ എത്തിമർത്തിക്കൊക്കെ പോയി തിരിച്ചു വന്നത് അച്ചൂട്ടൻ്റെ സൈക്കിളിലാണ് കേട്ടോ. ശരിക്കും സൂര്യ ഉണ്ടാവുകൊണ്ടാണ് നമുക്കൊക്കെ എത്ര പ്രായം വന്നാലും ഏത് കാര്യമാണേലും ആസ്വദിച്ച് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. എന്താ വെച്ചാൽ ഒരു സമയം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയൊക്കെ അതൊക്കെ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇവള് പറയും എന്തിനാ കുഞ്ഞിച്ച അങ്ങനെയൊക്കെ ചിന്തിക്കണേ, എപ്പോഴാണോ എന്താണോ നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതുപോലെ ചെയ്യുക, മറ്റുള്ളവർ പറയണതൊന്നും നോക്കണ്ട, നിനക്ക് എന്താണോ ഇഷ്ടം നീ അത് ചെയ്യ്, നീ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മുഖവുര എടുക്കേ വേണ്ട എന്നുള്ള ഒരു ധൈര്യമൊക്കെ തരുന്ന ആള് ഇവളാണ്. എന്നെയും ചേച്ചിയൊക്കെ വരച്ച വരയിൽ നിർത്തും എന്നുള്ളത് സാരം. മുന്നെയൊക്കെ ചെറുതിൽ സൂര്യയും വാവയും എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് നിൽക്കാറുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള വീടും കൂടി ആയിട്ടില്ല, ഷീറ്റ് മേങ്ങതായിരുന്നു. അപ്പോൾ നല്ല ചൂടും ഉണ്ടാവുമല്ലോ. ചുട്ടു പഴുത്താലും ശരി കുഞ്ഞേച്ചിയടുത്ത് വന്ന് തങ്ങണത് രണ്ടാളുടെയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്നിട്ട് ഷീറ്റിൻ്റെ ഇങ്ങനെ ചൂടാവുക കാരണം കൊണ്ട് വേർത്ത് ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് നീരിറങ്ങി പല്ലൊക്കെ വേനിക്കും. അപ്പോൾ അവളുടെ ഏട്ടൻ അവളെ ബൈക്കിലിരുത്തി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് കൊണ്ടും. ആ കാര്യം ഇപ്പം അടുത്തുകൂടെ എൻ്റെ അടുത്ത് സംസാരിച്ചേ ഉള്ളൂ കേട്ടോ. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നല്ല ചെറുതാണല്ലോ. വാവ 4, 5, 5, 6 അങ്ങനെയുള്ളൊരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴും ഏട്ടൻ ഇവർക്ക് രണ്ടുപേർക്കും മഞ്ചോ കിക്കേട്ടോ മിഠായിയൊക്കെയാണ് കൊണ്ടുവരിക. കുഞ്ഞിതുങ്ങളല്ലേ, അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അധികം ഏട്ടൻ മഞ്ചോ അതുപോലെയുള്ള എന്തെങ്കിലും സാധനമാണ് മേടിക്കുക. ഇനി എങ്ങാനും അത് മേടിച്ചിട്ടില്ലെങ്കിൽ രണ്ടാളും ചോദ്യം ചെയ്യൂട്ടോ, എന്താ ഏട്ടാ ഇപ്പോൾ ഒന്നും കൊണ്ടാത്ത, ഏട്ടൻ പണ്ടൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നല്ലോ മഞ്ചൊക്കെ, ഇപ്പം ഏട്ടനൊരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ ഭീഷണിപ്പെടുത്തും കളിയൊക്കെ ചെയ്യൂട്ടോ. കണ്ണിമാങ്ങ എവിടെ കണ്ടാലും എൻ്റെ സൂര്യ ഒരൊറ്റ എണ്ണം വിടില്ല കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ പെറുക്കിയെടുത്തിട്ട് പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഇന്ന് ഓർക്കാൻ വേണ്ടി കുട്ടികളെയും മക്കളെയും പെറുക്കി ഞങ്ങൾ പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അത് മാത്രമല്ല കേട്ടോ, വലിയ ഏട്ടൻ്റെ വീടും താഴെയാണുള്ളത്. അപ്പോൾ അവിടെ പോയി താത്തേർത്തിയമ്മയൊക്കെ കണ്ട് സംസാരിക്കണം എന്ന് അവൾ പറഞ്ഞായിരുന്നു. വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ രാത്രി വന്ന് അവൾ രാവിലെ പോവും. അതുകൊണ്ട് എല്ലായിടത്തും പോകാനും എല്ലാവരെയും കാണാനൊന്നും പറ്റാറില്ല. ഇത്തവണ ഉച്ചരിങ്ങി എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് സമയം കിട്ടി. ആ ഒരു ഗ്യാപ്പിൽ എല്ലായിടത്തും പോയി എല്ലാവരെയും കണ്ടൊന്ന് സംസാരിക്കുകയൊക്കെ ഇങ്ങോട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പാടത്ത് വന്ന് മക്കൾ അറുമാന്തിച്ച് കളിക്കുകയാണ് കേട്ടോ. അവൾ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ണിയോള് അവിടെ ഇരുന്നാണ് കഴിച്ചത്. ചെറുതിലേ ഉണ്ടല്ലോ എനിക്ക് ഇവിറ്റിങ്ങളെ രണ്ടിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് യാതൊരു ഫ്രീഡം ഉണ്ടാവില്ല. എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ 2 വാലിനെ കൊണ്ടുപോകണം. കളിക്കാൻ പോയാൽ അവിടെ സൗകര്യം തരുമോ, കാറി പൊളിച്ച് വഴക്കൂടും കേട്ടോ. ഞാൻ അങ്ങോട്ടും കൂടും അവരിങ്ങോട്ടും കൂടെ. മാത്രമല്ല എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എനിക്ക് ചീത്തയേക്കും. വാവ കുഞ്ഞതിൽ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അനങ്ങി അവൾ കരയും. അപ്പോൾ അമ്മ പറയും തൂക്കിലിട്ട് ആട്ട്, അല്ലെങ്കിൽ എടുത്തിട്ടിപ്പോൾ ഈ ഒളിച്ചു കളിയൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോയി ഒളിഞ്ഞു കഴിഞ്ഞാൽ വാവ എൻ്റെ ഒക്കെ തിന്നിട്ട് കാന്നും പറഞ്ഞ് കാറി പൊളിക്കും. അപ്പോൾ എന്നെ ആദ്യം കണ്ട് സാറ്റടിക്കും. അങ്ങനത്തെ കുറേ ശല്യം ഉണ്ടായിരുന്നു ഇറ്റ് രണ്ടും. അതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ചേച്ചി പറയും, അപ്പോൾ എടി നീ എന്നെ കാണിച്ചിരുന്ന ചേച്ചി ഞാനും വഴക്കൂടുമ്പോഴത്തേക്കും ഞങ്ങളധികം മുടി പിടിച്ച് വലിച്ചിട്ടാണ് വഴക്കൂടുക. അപ്പോൾ ചേച്ചി ചിലപ്പോൾ ഞാൻ ചേച്ചിയെ അടിക്കും, ചേച്ചി എന്നെ അടിക്കും. ചേച്ചി എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ ഉരതിയിട്ടും കുത്തിയിട്ടും പിച്ചിയിട്ടും ഒക്കെ എൻ്റെ കാലിലും കയ്യിലൊക്കെ ഇങ്ങനെ ചുമന്ന കളർ പോലെ ആക്കും. എന്നിട്ട് ഞാൻ വല്യമ്മ അടുത്ത് കൊണ്ടേ കാണിച്ചിട്ട് ചേച്ചി കാട്ടിയതാന്നും പറഞ്ഞ് കരയും. അപ്പോൾ വല്യമ്മ അവളെ പിടിച്ചടിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയെ ഒരുപാട് അടി കൊള്ളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി പറയാം, ഞാൻ അത്രയും നീ എന്നെ കാണിച്ചിട്ടും സഹിച്ചില്ലേടി, എന്നിട്ടിപ്പോൾ നീ ഇതിങ്ങനെ വിളിച്ച് പറയാനായിട്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ എല്ലാവരും കൂടുമ്പോൾ എൻ്റെ ബാല്യം നശിപ്പിച്ച പിശാചുക്കളെ എന്നൊക്കെ എൻ്റെ അനിയത്തിമാരെ വിളിക്കും. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറയും, നീയും അങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോടി എന്നൊക്കെ എൻ്റെ ചേച്ചി ചോദിക്കാറുണ്ട്. അവൾ അങ്ങനെയാണ് കേട്ടോ. അവൾ കുടുംബ വിളക്കിലെ സുമിത്രയാണ്. ഞാൻ പിന്നെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. എന്തായാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് കേട്ടോ. നമുക്കെപ്പോഴും കൂടപ്പിറപ്പുകൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെയുള്ള ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്വരച്ചേർച്ച വരുമ്പോൾ നമ്മളുടെ കുറ്റവും കുറവും ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പോയി പറഞ്ഞ് നമ്മളെ നാട്ടിക്കും. നേരെ
മറിച്ച് നമ്മുടെ കൂടപ്പുറപ്പുകളാകുമ്പോഴത്തേക്കും സ്വരച്ചേർച്ച വന്നാലും കൂടപ്പുറപ്പുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്പ്രെഡാക്കി കുറുകുറ പറഞ്ഞാലും പുറത്തൊരാൾക്കിടയിൽ നമ്മളെ വിട്ടുകൊടുക്കൂല. ഞങ്ങൾ ശരിക്കും അങ്ങനെ ചേച്ചി അനിയത്തി അങ്ങനെയൊന്നും അല്ല കേട്ടോ. തുണക്കാരെ പോലെ അല്ലെങ്കിൽ തുണക്കാരിക്കും മേലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചർച്ച ചെയ്യും, ഡെയിലി ഫോൺ വിളിക്കും ഒക്കെ ചെയ്യുന്ന അതുമാതിരി വൈബുള്ളവരാണ്. നമ്മളെ വിട്ടുപോവില്ല എന്ന് ഉറപ്പുള്ള ഒരു സൗഹൃദം കൂടെയാണ് കൂടപ്പിറപ്പുകൾക്കിടയിൽ ഉണ്ടാവണത് കേട്ടാ. എത്രയൊക്കെ പിണങ്ങിയാലും വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന എന്തോ ഒരു കെമിസ്ട്രി ഇങ്ങനെ കൂടപ്പിറപ്പുകൾക്കിടയിൽ ഉണ്ടാവും താനും. ഞങ്ങൾ അങ്ങനെ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. മേലെഴുകാനൊന്നും നിന്നില്ല. എൻ്റെ ഉണ്ണികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാനവർക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴേ എൻ്റെ അച്ചൂട്ടൻ വിഷുവിന് മേടിച്ച പടക്കവും പൂത്തിരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയും മണിയൊക്കെ നിൽക്കാൻ വരുമ്പോൾ പൊട്ടിക്കാനും കത്തിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിൽ അങ്ങോട്ട് വെച്ച് പൊട്ടിച്ച് ശരിക്കും ഒരു വിഷു തന്നെ ആഘോഷിച്ചു എന്ന് പറയാ. പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കൽ കഴിഞ്ഞിട്ട് ഓരോന്നിനെ മേലെ എഴുകി ഇങ്ങോട്ട് എടുത്തു. നല്ല മുഷിങ്ങിയായിരുന്നു ഉണ്ണിയോള്. പാടത്ത് കളിച്ച വിയർപ്പും അതുപോലെ ഈ പടക്കവും പൂത്തിരിയൊക്കെ അതിൻ്റെയൊക്കെ ആ മരുന്ന് കുറേശ്ശൊക്കെ മേലായിട്ടുണ്ടാവുമല്ലോ. നല്ല രീതിക്ക് കുളിപ്പിച്ച് ആത്തിക്ക് കയറ്റിയിട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞി വ്ളോഗ് ഇവിടെ കഴിയാണ്. ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിനോ അതോ ഒരുപാട് ബോറടിച്ചോ ഒന്നും അറിയില്ല. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. മാക്സിമം ഡിലീറ്റ് ആക്കി ഷോർട്ട് വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ.